പത്തനംതിട്ട ജില്ലയിൽ റാന്നി താലൂക്കിൽ ഉന്നത നിലവാരത്തിൽ പുനർനിർമ്മിച്ച ജണ്ടായിക്കൽ വലികുളം അത്തിക്കയം റോഡ് നിർമ്മാണ ക്രമക്കേടുകളിൽ അന്വേഷണത്തിനായി മരാമത്ത് വിഭാഗം വിജിലൻസ് പരിശോധന നടത്തി. ബുധനാഴ്ച രാവിലെ 11 മണിയോടെയാണ് ഉദ്യോഗസ്ഥ സംഘം ജണ്ടായിക്കലെത്തി പരിശോധന നടത്തിയത്. റോഡിൻ്റെ വശങ്ങളും മധ്യഭാഗവും പരിശോധിച്ച സാമ്പിൾ ശേഖരിച്ചു. ഈ റോഡിൻ്റെ നിർമ്മാണത്തിൽ ക്രമക്കേടുകൾ ആരോപിച്ച് നാട്ടുകാർ രംഗത്ത് എത്തിയതോടെ റോഡ് പണി വിവാദം ആവുകയായിരുന്നു. റോഡിൻ്റെ പണിയിൽ ആരോപണം ഉണ്ടായപ്പോൾ റോഡ് പരിശോധനയ്ക്കെത്തിയ മരാമത്ത് ഉദ്യോഗസ്ഥർക്കെതിരെ നാട്ടുകാർ പ്രതിഷേധിച്ചിരുന്നു. തുടർന്ന് പോലീസിനെ വിളിച്ച് പരിശോധന നടത്തി സാമ്പിൾ ശേഖരിച്ച് മരാമത്ത് ഉദ്യോഗസ്ഥർ മടങ്ങിയിരുന്നു. അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടായില്ലെന്നും ഉദ്യോഗസ്ഥർ കരാറുകാരെ സഹായിക്കുകയുമാണെന്ന് ആരോപിച്ച് നാട്ടുകാരും രാഷ്ട്രീയ പ്രവർത്തകരും രംഗത്ത് ഇറങ്ങിയിരുന്നു. റോഡ് പണി ക്രമക്കേട് ആരോപണം ശക്തമായപ്പോൾ റാന്നി MLA പ്രമോദ് നാരായൺ മരാമത്ത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. റോഡ് പണി പൂർത്തിയായതിനു പിന്നാലെ റോഡിൽ പലയിടങ്ങളും തകർച്ച നേരിട്ടതിനെ തുടർന്ന് നാട്ടുകാരുടെ പ്രതിഷേധം കടുത്തപ്പോൾ ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വിജിലൻസ് പരിശോധന നടന്നത്. ഉന്നത നിലവാരത്തിൽ പുനർനിർമ്മിച്ച ജണ്ടായിക്കൽ വലികുളം റോഡ് നിർമ്മാണത്തിലെ ക്രമക്കേടുകളിൽ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സ്ത്രീകളടക്കം നാട്ടുകാർ സംഘടിച്ച് ഉദ്യോഗസ്ഥരെ പ്രതിഷേധം അറിയിച്ചിരുന്നത്. 4 കോടി മുടക്കി ഉന്നത നിലവാരത്തിൽ പണിത റോഡ് പണി പൂർത്തിയായതിനെ തുടർന്ന് തകർച്ച നേരിട്ടതിനെ തുടർന്നാണ് പണിയിൽ ക്രമക്കേട് ആരോപിച്ച് നാട്ടുകാർ രംഗത്ത് എത്തിയത്. കഴിഞ്ഞ 2 മാസം മുൻപാണ് റോഡ് പണി പൂർത്തിയായത്. റോഡിൻ്റെ പല ഭാഗത്തും തകർച്ച നേരിട്ടത് ഇത് അന്വേഷിക്കണമെന്ന് MLA അടക്കം ജനപ്രതിനിധികളോട് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് മരാമത്തിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥർ റോഡ് സന്ദർശിച്ചിരുന്നു. എന്നാൽ ഉദ്യോഗസ്ഥർ എത്തി നോക്കിയതല്ലാതെ മറ്റ് നടപടികൾ സ്വീകരിച്ചില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. പണിയിലെ ക്രമക്കേട് ഉണ്ടെങ്കിൽ അന്വേഷിച്ച് നടപടി സ്വീകരിക്കേണ്ട ഉദ്യോഗസ്ഥർ കരാറുകാരെ സഹായിക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. പ്രതിഷേധം സംഘടിപ്പിക്കുവാൻ രംഗത്തിയത് സ്ത്രീകൾ അടക്കം നാട്ടുകാർ ആയിരുന്നു. ഉന്നത നിലവാരത്തിൽ പണിത റോഡിൻ്റെ നിർമ്മാണത്തിൽ ക്രമക്കേടെന്നുള്ള നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് മരാമത്ത് ചീഫ് എഞ്ചിനീയർ അടക്കം റോഡിൽ പരിശോധിക്കാനെത്തിയെങ്കിലും തുടർ നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് നാട്ടുകാർ പ്രതിഷേധം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരെയും കടുത്ത അനാസ്ഥയും അവഗണനയിലും പ്രതിഷേധിച്ച് റോഡ് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് ജനകീയ പ്രക്ഷോഭത്തിൽ നീങ്ങാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. BM&BC നിലവാരത്തിൽ റോഡ് നിർമ്മാണം നടത്തുമെന്ന് പറഞ്ഞെങ്കിലും തീരുമാനം മാറ്റി റോഡിന് അനുയോജ്യമല്ലാത്ത MSS നിലവാരത്തിൽ തരം താഴ്ത്തി പണിയുകയാണ് ഉണ്ടായതെന്നാണ് പ്രധാന ആരോപണം. മരാമത്തിൻ്റെയും ജല അതോറിറ്റിയുടെയും ഐക്യം ഇല്ലായ്മയും അശാസ്ത്രീയവും നിർമ്മാണത്തിന് ഇടയായി. റോഡ് ടാറിംഗ് പണികൾ നടക്കുമ്പോൾ മരാമത്തിൻ്റെ ഉദ്യോഗസ്ഥ സാന്നിധ്യം ഉണ്ടാകാതിരുന്ന കരാർ എടുത്തവരുടെയും ഉദ്യോഗസ്ഥരുടെയും അവിഹിത ബന്ധം ആണെന്നും നാട്ടുകാർ ആരോപിച്ചു. അതോടൊപ്പം ഇപ്പോൾ നടക്കുന്ന അന്വേഷണം വസ്തുതാപരം അല്ലാത്ത പക്ഷം ബഹുജന സമര പരിപാടി തുടരുമെന്നും സമരസമിതി ഭാരവാഹി ബാബു ആന്റണി പറഞ്ഞു. ഈ ജണ്ടായിക്കൽ അത്തിക്കയം റോഡ് 3 മാസം മുമ്പ് MSS എന്ന് പറയുന്ന ഒരു രീതിയിൽ പണി തുടങ്ങിയതാണ്. അപ്പോൾ മുതൽ ഞങ്ങൾ പറയുന്നുണ്ട് റോഡ് ചെയ്തത് ശരിയായിട്ടില്ല, മോശമാണ്. കാരണം പലയിടത്തും വണ്ടി വെച്ചിട്ട് മറിഞ്ഞു പോകുന്നു, അതുകൊണ്ട് റോഡ് താഴ്ന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും അവരതിനെ മൈൻഡ് ചെയ്തില്ല. അവസാനം റോഡ് ഇളകി തുടങ്ങിയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു എന്താ കുഴപ്പമൊന്നും അവർക്കറിയത്തില്ല. പല പരിശോധനകൾ നടത്തി. ആ പല പരിശോധനയിലും അവർക്കൊന്നും മനസ്സിലായിട്ടില്ല. അവസാനം അവർ ഒരു കാര്യം പറഞ്ഞു, വെറ്റ് മിക്സ് മക്കാണ് വിട്ടത്, മോശമായ സാധനമാണ് ഇട്ടത്, അതുകൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവർ ഒരിടം റീടാർ ചെയ്തു, ഒരു 100 മീറ്റർ റീടാർ ചെയ്തു. ആ റീടാറിങ്ങും മൊത്തം പൊളിഞ്ഞു പോയി. ആ പൊളിഞ്ഞു പോയതിനു ശേഷം അവർക്ക് അതിനെക്കുറിച്ച് എന്ത് ചെയ്യണമെന്ന് അവർക്ക് ഇതേവരെ ഒരു ധാരണ ഉണ്ടായിട്ടില്ല. എന്താണേലും നാട്ടുകാരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശക്തമായ നാട്ടുകാരെന്ന് പറഞ്ഞാൽ കുറച്ച് യുവാക്കൾ ഇവിടെ ശക്തമായ പ്രതിഷേധത്തിലാണ്. വിജിലൻസ് വന്നിട്ടുണ്ടായിരുന്നു, അവർ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ട്. അവരടുത്ത നടപടി എന്താ എടുക്കുന്നതെന്ന് നോക്കട്ടെ. എന്താണെന്ന് ഞങ്ങൾ MLA ധരിപ്പിച്ചിട്ടുണ്ട്, എല്ലാവരെയും ധരിപ്പിച്ചിട്ടുണ്ട്. എന്താ സംഭവിക്കാൻ പോകുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല. എന്താണെങ്കിലും ഞങ്ങൾ ലാസ്റ്റ് എൻഡ് വരെ പോരാടാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്.